ഒരു യുവ നേതാവിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും ചില ഡിജിറ്റൽ മീഡിയകളിലും വന്ന വാർത്തകളിലും ഊഹോപോഹങ്ങളിലുമാണ് തുടക്കം. മുൻ മാധ്യമപ്രവർത്തകയും നടിയുമായ യുവതി സ്വകാര്യ ചാനലിലെ അഭിമുഖത്തിനിടെ ഇക്കാര്യം പറഞ്ഞതോടെ മറഞ്ഞിരുന്നത് പലതും പുറത്തു വന്നു തുടങ്ങി. ശ്രീകുമാറോ? അവൻ ശ്രീകുമാറല്ല, സ്ത്രീകുമാർ. എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വരണോ? ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം, വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും ഫയർ ചെയ്തു, നന്നായിട്ട് ഫയർ ചെയ്തു. തൽപരകക്ഷിയല്ല. അയാള് ജൂൺ 9 ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഫോട്ടോയ്ക്ക് ഒരു ഹാർട്ടിൻ്റെ ഇതിട്ടുകൊണ്ടാണ് മൂപ്പര് ഫസ്റ്റിൽ ചാറ്റ് തുടങ്ങിയത്. അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും ഞാൻ മെസ്സേജ് കണ്ടു. പക്ഷെ അതെനിക്ക് അത്ര ആ ചാറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഞാനത് ചെയ്തില്ല. ആ കുട്ടി ഇപ്പൊ എന്തിനെ കുറിച്ച് പറഞ്ഞ മനസ്സിലായില്ലേ? നീ ഒരു കോഴിയാന്ന്. അവള് ഓല എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. എന്ത് നീ വെറും ഊളയാന്നാ പറഞ്ഞ? പുള്ളി അതിനെ കണക്കാക്കുന്നത് വിരുദ്ധ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് പോലും അവരെ പോലും വളയ്ക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ടാണ് പുള്ളി അതിനെ പ്രൊജക്ട് ചെയ്യുന്നത്. എന്റെ സുഹൃത്തുക്കളിൽ പെട്ടവർക്ക് തന്നെ അനുഭവമുണ്ട്. ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞായിരുന്നു, ഞാനിത് പറയും, ഞാനിത് പറഞ്ഞു കൊടുക്കും, ഞാനിത് കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പോയി പറയ് ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. യുവ നേതാവെന്ന് മാത്രം വെളിപ്പെടുത്തൽ വരുമ്പോൾ ആരെന്നും ഏത് പാർട്ടിയിലേതെന്നും അറിയാൻ ആരും തിക്കിത്തിരക്കി ഇറങ്ങിയില്ല. കാരണം എല്ലാവർക്കും അറിയാം അതാരെന്ന്. അത്ര പോപ്പുലർ ആയിരുന്നല്ലോ യുവ നേതാവ്. നേരത്തെ ഉയർന്ന ആരോപണങ്ങളോടുള്ള യുവ നേതാവിൻ്റെ പ്രതികരണ വാചകം യുവതി ആവർത്തിച്ചു പറഞ്ഞതോടെ എല്ലാവർക്കും ബോധ്യമായി ആള് ആരെന്ന്. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് എടുത്തു പറയാൻ, അല്ലെങ്കിൽ ഇന്ന പാർട്ടിയാണ് എന്നുള്ള രീതിയിൽ പറയാൻ ഞാൻ എടുത്തു പറയുന്നില്ല. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും അറിയാം. നമ്മൾ പറയില്ലേ, ആരും ചൂണ്ടിക്കാണി ഇതാണ് ആള് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നിട്ടും പേര് പറയാൻ ധൈര്യമില്ല, എന്തിനാ ഭയപ്പെടേണ്ട ആവശ്യം എന്താ? എന്നിട്ടും പേര് പറയാൻ ധൈര്യമില്ല, എന്തിനാ ഭയപ്പെടേണ്ട ആവശ്യം എന്താ? സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ പറയുമ്പോൾ പലർക്കും പല മാന്യദേഹങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഹൂ കെയേഴ്സ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഈ ഡയലോഗ് ഹൂ കെയേഴ്സ് എന്ന് തന്നെയാണ്, അത് തന്നെയാണ് ഹൂ കെയേഴ്സ്. യുവനടി രംഗത്ത് വന്നു. അവർ ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിച്ചു ആരാണെന്നുള്ളത്. കോൺഗ്രസിൽ എല്ലാ ആളുകൾക്കും അറിയാം, ഈ രാജ്യത്തെ ജനങ്ങൾക്കും അറിയാം ആരാണ് ഇതിലെ പ്രതി എന്നുള്ളത്. ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ്. അവരെന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നുമില്ല. അവര് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാനൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ടും പ്രതിച്ഛായ ഭയം ഉള്ളതുകൊണ്ടും സ്ത്രീകളോട് ഞാൻ മാന്യമായി പെരുമാറാറുള്ളൂ. അവരെന്നെ പറ്റിയിട്ടല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിപ്പോ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, 4 കാലും തുമ്പിക്കൈയും കൊമ്പുമുള്ള ജീവി ഏതാണ്? സിംഹവും കരടിയും എന്നല്ലാതെ എല്ലാവർക്കും അറിയാം. ഫോർ എക്സാമ്പിൾ, ഒരാൺമാനിന് എത്ര ഇണ കാണും? ക്യാൻ യു ഗസ്? ഇല്ല. മോർ ദാൻ 100. ആണോ? ചേടാ, ഒരു മാനായ മതിയായിരുന്നു. പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് BJP പ്രവർത്തകർ ഉടൻ ഒരു ജീവിയെയും കയ്യിലേന്തി പ്രകടനം തുടങ്ങി. സമൂഹ മാധ്യമ ട്രോളുകളിലും പോസ്റ്റുകളിലും ഈ ജീവി നിരന്നു നിന്ന് കൂകി. രാജി ആവശ്യമായിരുന്നു പ്രതിഷേധക്കാർ ഉന്നയിച്ചത്. ആരാണോ ആദ്യമായി പാവം ഈ ജീവിയെ ഇതിലേക്കൊക്കെ വലിച്ചിഴച്ചത്? ഇനി ഈ ജീവിക്ക് കിടക്കപ്പൊറുതിയില്ല കുറെ കാലം. മനേകാ ഗാന്ധി ഇടപെടണം ഈ ജീവിക്കായി. ഇദ്ദേഹത്തെ പറ്റിയാണോ? ഇദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ പുറത്തു പറയാൻ പറ്റാത്ത പേരുകളാണ്. നിന്റെ പേരെന്നാന്ന്? പേര് പറഞ്ഞടാ. കാട്ടുകോഴിയായി മാറിയിരിക്കുകയാണ് പാലക്കാട്ടെ MLA എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പുതിയ പേര് ലഭിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് അർഹതപ്പെട്ടത് സ്വാഭാവികമായിട്ട് ലഭിക്കും, ചില ആൾക്കാർ ചോദിച്ചു മേടിക്കും. അങ്ങനെ അയാൾക്ക് അർഹതപ്പെട്ടത് അയാൾ ചോദിച്ചു മേടിച്ചു. ഇത്തരത്തിൽ ഒരു കാട്ടുകോഴിയെ പാലക്കാടൻ ജനതയ്ക്ക് ആവശ്യമായിട്ടില്ല.
കോഴിയും കൊണ്ട് ഒരു പ്രകടനം നടത്തി. കൊള്ളാം, നല്ല തമാശയാണത്. പക്ഷെ കോഴി ഫാം നടത്തുന്ന ആളുണ്ട്, അങ്ങോട്ടല്ലേ പ്രകടനം നടത്തേണ്ടത്? CPM നേതാക്കൾ കോഴി ഫാം നടത്തുവാണ്, അങ്ങോട്ടാണ് ശരിക്കും പ്രകടനം നടത്തേണ്ടത്. ഇതൊരു കോഴി ആയിട്ടല്ലേ പോയത്, കോഴി ഫാം ഉണ്ട് അവിടെ. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പുറത്തിറങ്ങാൻ പറ്റില്ല എന്താ? പരാതി നേരത്തെ പിതൃതുല്യനായ പ്രതിപക്ഷ നേതാവിനെ ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് യുവനടി പറഞ്ഞത്. എന്നാൽ പരാതിയെക്കുറിച്ചൊന്നും പ്രതിപക്ഷ നേതാവല്ല ആരും സംസാരിച്ചിട്ടില്ലെന്ന് രാഹുലും പറയുന്നു. പരാതിയിൽ ഒരു പിതാവ് ഇടപെട്ടതുപോലെ ഇടപെട്ടുവെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പാർട്ടിയിൽ മകനെപ്പോലെ വളർത്തിക്കൊണ്ടുവന്നതാണ് രാഹുലിനെയും. പാലക്കാട് ഷാഫിയുടെ പിൻഗാമിയായി അടൂറുകാരനായ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയതും ഷാഫിയുടെ നിർബന്ധത്തിന് വഴങ്ങി പ്രതിപക്ഷ നേതാവാണല്ലോ. ശാസിച്ചല്ല വളർത്തുദോഷമുള്ള മകനെ പന പോലെ വളർത്തിയത് എന്ന് തോന്നുന്നു. പാല് കൊടുത്ത കൈക്കു തന്നെ മകൻ കടിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഒരു വ്യക്തിനെ കുറിച്ച് അങ്ങനെ എടുത്തു പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം പിതാവിനെ പോലെയാണ്. ഒരു മെസ്സേജ്, തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഫ്ലൂട്ട് വായിക്കാനുള്ളതല്ല, ഉണ്ടായിട്ട് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. കണ്ടോ, ഇറങ്ങി സ്വന്തം മകളാണ് എന്ന് പറയുന്നതെങ്കിൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു മെസ്സേജ് അയച്ച കേസില്ല, ഒരു മെസ്സേജ് ആണെങ്കിൽ മെസ്സേജ് അയച്ച തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നേരെ ഒന്ന് വെളുത്തോട്ടെ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. തൽക്കാലം ഒന്ന് പിരിഞ്ഞു പോകും. ഒരു അച്ഛന്റെ വേദന മനസ്സിലാക്കണം. അതിന്റെ മോനെ വി.ഡി. സതീശൻ പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ അപ്പോഴും തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാണ്. എന്നാൽ മറുഭാഗം പറയുന്നത് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ്. എന്നെപ്പറ്റി ആ ആള് പരാതി പറഞ്ഞതായിട്ട് എനിക്കറിവില്ല, വ്യക്തിപരമായി എനിക്കറിവില്ല. എന്നോട് ശ്രീ വി.ഡി. സതീശൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. കൊള്ളിച്ചിടിക്കാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല, ഈ തടി ഇത്രയും പെരിപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കിയെന്നറിയോ? മറ്റൊരു പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള പരാതികൾ വീണ്ടും ഉയർന്നതോടെ രാജി അനിവാര്യമായി. മുഖം നോക്കാതെ കർശന നടപടിയെടുക്കും എന്ന് വി.ഡി. സതീശൻ പറഞ്ഞതിലൂടെ ഹൈക്കമാൻഡ് നിലപാടും വ്യക്തമായി. രാജി സ്വയം പ്രഖ്യാപിക്കാനുള്ള അവസരമാണ് പാർട്ടി നൽകിയത്. രാജി ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന കള്ളവും രാഹുൽ ആവർത്തിച്ചു. എനിക്ക് താങ്കളെ പോലെ ഫേസ് റീഡിങ്, മൈൻഡ് റീഡിങ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. മൈൻഡ് റീഡിംഗ് ഒക്കെ ഉണ്ട് ഇപ്പോൾ പുതിയ രീതിയിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചുള്ള മൈൻഡ് റീഡിങ്, ഫേഷ്യൽ റീഡിംഗ് ഒക്കെ ഉണ്ട്. അത് ഞാൻ പഠിച്ചിട്ടില്ല. കണ്ടാ കുഞ്ചാക്ക ബോബം പോലെയും കയ്യിലിരിപ്പ് ഭീമന്റെ ഹോന്റെ. ഞാൻ ഈ നിമിഷം വരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടില്ല. എന്നോട് രാജിവെക്കുമ്പോൾ രാവിലെ തൊട്ട് പറയുന്നത് ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെട്ടു. ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെടുകയാണെങ്കിൽ എന്നോടാണല്ലോ ആവശ്യപ്പെടേണ്ടത്. ഇനിയും ഞാൻ രാജി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എപ്പോഴേ വാർത്ത വന്നു. അപ്പോൾ എൻ്റെ രാജിക്കത്ത് നിങ്ങളൊന്ന് കാണിച്ചു തരണം. അപ്പോൾ ഞാൻ ഇതുവരെ രാജിയും വെച്ചിട്ടില്ല. നമുക്ക് നാട്ടിൽ ചെയ്യുന്ന നമ്പർ ഇടാം. ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണെന്ന് പറയാം. അങ്ങനെ രാഹുലിന്റെ ഓഡിയോ നിങ്ങൾക്ക് എന്താ? നിങ്ങളെന്താ ഫോറൻസിക് വിദഗ്ധനാണോ? ഇത് മോർഫിംഗാ. സിനിമ കണ്ടാലേ മുതലാളിക്ക് മനസ്സിലാവും. ഞാൻ ചോദിക്കട്ടെ, ഓഡിയോ വീഡിയോ ഇനി അരുണും ഞാനും കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കണത് വീഡിയോ ഇറക്കാലോ കാലത്ത് എന്ത് വേണമെങ്കിൽ ചെയ്യാലോ. എന്റെ മുതലാളി ഇത് കമ്പ്യൂട്ടർ വിദ്യ, ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി. ഈ നിമിഷം ഇപ്പം എത്ര മണിയായി? 1:25 വരെ ഞാൻ രാജി വെച്ചിട്ടുമില്ല. എന്നോട് ആരും രാജി ആവശ്യപ്പെട്ടിട്ടുമില്ല. കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും. ഞാൻ പറയല്ല, മുഖം നോക്കാതെ നടപടിയെടുക്കും. ആരായാലും, എത്ര വലിയ നേതാവായാലും ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിൽ ഉണ്ടാവില്ല. അക്കാര്യത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കും. മുതലാളി, ഞാൻ നാന വായിച്ചെല്ലാം പഠിച്ചു. ഇതൊരു പുതിയ ടെക്നിക്കാണ്, ഒരാളെ രണ്ടാളാക്കി മാറ്റുന്ന വിദ്യ. ഇതിന് ക്ലോണിംഗ് എന്ന് പറയും. എന്താ ക്ലോണിംഗ്? ഇതിന് ക്ലോസിംഗ് എന്ന് പറയും. നിന്റെ ചാപ്റ്റർ ക്ലോസ്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം 1:30. അപ്പോൾ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. എന്നോടൊരു ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല. അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം. എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. സ്ത്രീ പീഡന പരാതിയുടെ അമ്പ് കൊള്ളാത്ത രിബുക്കളില്ല ഒരു പാർട്ടിയിലും. സമാന പരാതികളിൽ മറ്റുള്ളവർ MLA സ്ഥാനവും രാജിവെച്ചിട്ടില്ല എന്ന വാദമാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം ഉയർത്തുന്നത്. MLA സ്ഥാനം രാജിവെച്ച് പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കണമെന്ന നിലപാടുമുണ്ട് കോൺഗ്രസിൽ. ഇനി രാജിവെച്ചില്ലെങ്കിലും അടുത്തൊന്നും രാഹുലിന് പാലക്കാട് കാലുകുത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ വിഷയം കത്തിക്കാനായിരിക്കും എതിരാളികളുടെ ശ്രമം. അങ്ങനെ ലോകത്തുള്ള സകല തോന്നിവാസവും ചെയ്തിട്ട്
ജനപ്രതിനിധിയായിട്ട് പാലക്കാട് വിലസാമെന്ന് വിചാരിക്കേണ്ട. പാലക്കാടിന്റെ അതിർത്തിയിൽ ഈ വേഷം കെട്ടുമായി ഞങ്ങൾ കയറ്റില്ല. കാലും കുത്തും കൈയും കുത്തും. ഞാൻ ഇവിടെ വരും, അവളെ കാണും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവളെ കാണിക്കുകയും ചെയ്യും. ചോദ്യമുണ്ടെങ്കിൽ തടയണം. കൂടുതൽ തുണി ഉരിഞ്ഞു പോകാതെ ആളുകൾ തുണി പറിച്ചെറിയുന്നതിനു മുൻപ് സ്വമേധയാ MLA സ്ഥാനം രാജിവെച്ച് ഒഴിയാൻ ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകണം. അണ്ണാ എന്തടാ ഒരു അണ്ടർവെയറെങ്കിലും തന്നിട്ട് പോകണം. വെളിയിറങ്ങാൻ നിവൃത്തിയില്ലെന്നേ. നാണവും മാനവും ഇല്ലാത്തവന് എന്തിനാടാ അണ്ടർവെയർ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പദവി ഒഴിഞ്ഞാൽ മതിയോ എന്ന കാര്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ആലോചിക്കട്ടെന്നാണ്. അത്ര മാത്രമേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കൂ. കാരണം CPM ഇത്തരം കേസുകളിൽ ഇതിനേക്കാൾ ഗൗരവമേറിയ കേസുകൾ ആലോചിച്ചിട്ടില്ല. BJPക്കും അത് ഞങ്ങളെ ഉപദേശിക്കാനുള്ള ധാർമ്മികതയില്ല. ഞങ്ങൾക്ക് എന്ത് ധാർമ്മികത കുറവായുള്ളത്? ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ധാർമ്മികതയേ ഉള്ളൂ. നിങ്ങള് അത് മുകേഷിന്റെ കാര്യത്തിൽ ആദ്യം ചോദിക്കട്ടോ. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഒരു വിരൽ ഞങ്ങളുടെ നേരെ ചൂണ്ടുമ്പോൾ ബാക്കി കയ്യിലെ വിരലുകളെല്ലാം സ്വന്തം നെഞ്ചത്തോണ്ടാണ് ചൂണ്ടുന്നതെന്ന് ചൂണ്ടുന്നവർക്ക് മനസ്സിലാക്കിയാൽ. അത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസിനെ പിന്നെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണമൊക്കെ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസിന് ധാർമ്മികത പഠിപ്പിക്കുകയാണ്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളോട് കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതൃത്വവും കാണിക്കുന്ന സമീപനത്തിന്റെ ഒരു സാമ്പിളായിട്ട് വേണം ഇതിനെ കാണാൻ. അങ്ങനെ ഒരു പരാതിക്കാരി പരാതി വന്ന് പുറത്തു വന്ന് പറഞ്ഞ ശ്രീ മുകേഷ് MLAക്കെതിരായിട്ട് അങ്ങയുടെ ആത്മരോഷം ഞാൻ കണ്ടില്ല. ഓ പിന്നെ ഒരു മൊറാലിറ്റിക്കാരൻ വന്നിരിക്കുന്നു. എടോ ചന്ദ്ര, ഒരു കാമുകി ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാ. എനിക്ക് ഒരു സമയത്ത് 4 കാമുകിമാര് വരെ ഉണ്ടായിരുന്നു. രാഹുലിന്റെ രാഷ്ട്രീയ ഗുരുവും വഴികാട്ടിയും സുഹൃത്തുമായ ഷാഫി പറമ്പലിന്റെ പിൻഗാമിയായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്കും MLA സ്ഥാനത്തേക്കും രാഹുൽ വരുന്നത്. അടുത്ത കൂട്ടുകാരന്റെ പതനം കണ്ടിട്ടും പ്രതികരിക്കാൻ ഷാഫിയെ കാണാത്തത് കൗതുകവും ആശങ്കയും ഉണർത്തി. ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു അത്രേ ഷാഫി പറമ്പൽ. പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യനായിട്ട് വരും. ഷാഫി പറമ്പിന്റെ സ്കൂളിൽ പഠിച്ചവരാണ്. ഷാഫി പറമ്പലാണ് ഇതിന്റെ ഹെഡ് മാസ്റ്റർ. അദ്ദേഹം ഒരൊറ്റ അക്ഷരം പോലും മിണ്ടാതെ നാട് വിട്ട് പോയിരിക്കുകയാണ്. ഞാൻ ഒളിച്ചോടി, മുങ്ങി എന്നൊക്കെ ചില ടൈറ്റിലുകളും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ചില കാർഡുകളൊക്കെ കാണാനിടയായി. പ്രത്യേകിച്ച് ചില വാർത്തകൾ പറഞ്ഞത് ബീഹാറിലേക്ക് മുങ്ങി എന്നുള്ളതാണ്. ഷാഫിയുടെ സ്കൂളിലാണ് ഇവരെല്ലാം പഠിച്ചത്. ശരിയാടാ, റാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. അപ്പോൾ ഹെഡ് മാസ്റ്ററെ പറ്റി സംശയിക്കേണ്ടതുണ്ടോ? ഷാഫി ഒന്നും മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം പിന്നെ ആൾക്കാർ സംശയിക്കും. CPM ചെയ്യുന്നത് പോലെ വേറെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ചമച്ച് എതിരെ വരുന്ന പ്രതിഷേധങ്ങളോട് അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് മൈക്ക് തള്ളിക്കളഞ്ഞ് പോയിട്ടൊന്നും ഇല്ലല്ലോ ഞങ്ങൾ. അയാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അയാൾ രാജിവെച്ചല്ലോ ഇങ്ങനൊരു ആരോപണ പരിസരത്തിൽ. അതൊരു സ്റ്റെപ്പ് തന്നെയാണല്ലോ. ഷാഫി പറമ്പിലാണ് ഇതിന്റെ ഹെഡ് മാസ്റ്റർ. ഒരു പെൺകുട്ടിയുമായി നടത്തിയ രാഹുലിന്റെ ഫോൺ സംഭാഷണത്തിന്റെ മുഴുവൻ ഭാഗവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെ പാർട്ടിക്കും രാഹുലിനെ കൈവിടേണ്ടി വന്നു. കൊല്ലണമെങ്കിൽ ഒരാളെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണം എന്ന രാഹുലിന്റെ പരാമർശം ഞെട്ടിക്കുന്നതും ഗൗരവതരവുമായിരുന്നു. പാർട്ടിയിലെ വനിതാ നേതാക്കളും മുതിർന്ന നേതാക്കളും രാഹുലിനെ ഒഴിവാക്കിയാലേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് വിലയിരുത്തലാണ്. ഉചിതമായ സമയത്ത് നടപടി എന്ന KPCC അധ്യക്ഷനും കൂടി പറഞ്ഞതോടെ രാഹുലിന്റെ രാജി ഉറപ്പായി. ഞാൻ ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാളാണ്. ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തകരോട് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത്, ഞാൻ കാരണം ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നതിനകത്ത് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു.